തിരൂരിലെ മസാജ് സെന്ററിലെത്തിയ യുവാവിനെ ഹണി ട്രാപ്പിൽ പിടുത്തി പണവും ബൈക്കും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്ത കേസിൽ കർശന നടപടികളുമായി തിരൂർ പോലീസ്. 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റൂർ സ്വദേശി മനോജാണ് തട്ടിപ്പ് സംഘത്തിന്റെ അതിക്രമത്തിനിരയായത്. തിരൂർ എറ്റിരിക്കടവിൽ പ്രവർത്തിക്കുന്ന മസാജ് സെന്റർ നടത്തിപ്പുകാരൻ തിരുവനന്തപുരം സ്വദേശി സൗദ്, ജീവനക്കാരികളായ കോട്ടയം സ്വദേശി ജയന്തി, ഓച്ചിറ സ്വദേശി വീണ എന്നിവരാണ് തിരൂർ പോലീസിന്റെ പിടിയിലായത്. ഓറ വെൽനസ് സെന്റർ എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ്. അപ്പോൾ അവിടെ ഈ കഴിഞ്ഞ 8-ാം തീയതി വൈകിട്ടാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായത്. അത് സ്പാ സെന്ററാണ്. അപ്പം അവിടെ മസാജിനായിട്ട് പോയ മനോജ് എന്നയാളെ അവിടുത്തെ ആ സ്പായുടെ നടത്തിപ്പുകാരനും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മസാജ് ചെയ്യാൻ ഉള്ള സ്ത്രീകളും കൂടിയിട്ട് അയാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു 28,500 രൂപയും 1.5 പവൻ്റെ മാലയും പിന്നെ അയാൾ സഞ്ചരിച്ചു വന്ന മോട്ടോർ സൈക്കിളും റോബറി ചെയ്തു പോയ സംഭവത്തിനാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. മനോജിനോട് മസാജിങ്ങിനായി വസ്ത്രം മാറണമെന്ന് സൗദ് അറിയിച്ചു. എന്നാൽ വസ്ത്രം മാറുന്നതിനിടെ സൗദ് മനോജിന്റെ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തി. 2 സ്ത്രീകളെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു ഫോട്ടോ എടുത്തത്. പിന്നാലെ മനോജിനോട് വെള്ള പേപ്പറിൽ ഒപ്പിടാനും ആവശ്യപ്പെട്ടു. ഇതിനിടെ 2 യുവതികളും ചേർന്ന് മനോജിന്റെ സ്വർണമാലയും കയ്യിലുണ്ടായിരുന്ന 28,500 രൂപയും മൊബൈൽ ഫോണും കൈക്കലാക്കി. മനോജിന്റെ ബൈക്കും തട്ടിപ്പ് സംഘം സ്വന്തമാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. പിടിവലിക്കിടെ മനോജിന് പരിക്കേൽക്കുകയും ചെയ്തു. ഈ കേസിലെ പ്രതിയായിട്ടുള്ള ജയന്തി ആണ് ഈ സംഭവ ദിവസം ഈ വിഷയം ഉണ്ടായത്. ഇതുപോലെ സ്പാ സെന്ററിൽ നിൽക്കുന്ന മസാജിങ്ങിനിടെ ഇവരെ മോശമായിട്ട് ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിപ്പിച്ച ഒരു കാര്യം കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഈ സംഭവം ഉണ്ടായതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്പാ നടത്തുകാരൻ ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള സൗദ് എന്ന് പറഞ്ഞ അയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. 10 കേസോളം ഇദ്ദേഹത്തിനെതിരെ ഉണ്ട് വിവിധ സ്റ്റേഷനിൽ. അത് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ട്, അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ, അതെല്ലാം തന്നെ മോഷണ കേസുകളാണ്. മനോജ് തിരൂർ പോലീസിനെ സമീപിച്ചതിന് പിന്നാലെ സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. സ്വർണമാലയും ബൈക്കും മസാജ് സെന്റർ നടത്തിയിരുന്ന സൗദിന്റെ പക്കൽ നിന്ന് വീണ്ടെടുത്തിട്ടുണ്ട്. സൗദ് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 10-ലധികം കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. സൗദിനെയും ജയന്തിയെയും വീണയെയും തിരൂർ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, മലപ്പുറം.